ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ ഉള്ള ഇന്ത്യൻ ടീം വെച്ചിട്ടുള്ളൊരു നല്ലൊരു പോസിബിൾ ലൈനപ്പും അതുപോലെ തന്നെ ഒരു ഫോർമേഷനും വെച്ചിട്ടുള്ളൊരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു സ്ക്വാഡ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കാറ്റാലിയുടെ മെയിൻ ഫോർമേഷനായ 4-2-3-1 ഉപയോഗപ്പെടുത്താവുന്ന ഒരു മികച്ചൊരു ഫോർമേഷനാണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. കാറ്റാലിയുടെ മെയിൻ ഫോർമേഷനായ 4-2-3-1 എന്ന ഫോർമേഷനിലാണ് നമ്മൾ ഇന്ന് ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് കൂടാണ്ട് നാളെ ഒരു 4-1-3-2 എന്ന ഫോർമേഷനിൽ വേറൊരു സ്ക്വാഡ് ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഒരു ബ്രോ ഉണ്ടാക്കിയൊരു ഫോർമേഷൻ കണ്ടിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി ഫോർമേഷനാണ്. എന്നാലും അജിസലിനൊക്കെ ആദ്യം തന്നെ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗോൾ കീപ്പറിനാണ് തുടങ്ങുന്നത്. നോറ ഫെർണാണ്ടസ് ആണ് നമ്മുടെ ഇപ്പോൾ മെയിൻ കീപ്പർ. അതായത് സൂപ്പർ കപ്പിലൊക്കെ മികച്ച പ്രകടനമാണ് ആൾ നടത്തിയത്. പക്ഷേ സച്ചിൻ സുരേഷിനെ ഉൾപ്പെടുത്താത്തത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത് കൊണ്ടാണ് നമ്മൾ ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഇപ്പോൾ നോറേനെ ഇതാക്കുന്നത്. റൈറ്റ് ബാക്കിൽ ഇപ്പോൾ നമ്മൾ അമീറൻ വാൾഡേനാണ് ഉൾപ്പെടുത്തിയത്. റൈറ്റ് ബാക്ക് കളിക്കാൻ സന്ദീപ് ഉണ്ട്. പക്ഷേ നമ്മൾ സൂപ്പർ കപ്പിൽ കണ്ടതാണ് ആൾ ഭയങ്കര മോശം പ്രകടനമായിരുന്നു. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഇപ്പോൾ അമയാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു 70-80 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ സന്ദീപിനെ ഇറക്കിയിരിക്കും. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ നമ്മളിപ്പോൾ റൈറ്റ് ബാക്കിൽ അമ്മയാണ്. അതുപോലെ തന്നെ സെൻട്രൽ ബാക്കിലേക്ക് വന്ന ഹോർമി പാം ബികാശുമ്നം കോമ്പാണ്. അപ്പോൾ ഇതിന് മികച്ചൊരു സെൻട്രൽ ബാക്ക് നമുക്ക് ഇനി വേറെ ഇല്ല ഇന്ത്യൻ ഓപ്ഷനായിട്ട്. അതുപോലെ തന്നെ ടീമിന് വല്ല മാറ്റം വരികയാണെങ്കിൽ ലെഫ്റ്റ് ബാക്കിൽ മാത്രം മാറ്റം ഉണ്ടാവുള്ളൂ. ഐബൻ അല്ലെങ്കിൽ നവോച്ച, ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ മാത്രമാണ് നമുക്ക് വ്യക്തത വരാത്തത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇവർ രണ്ടുപേരും മികച്ച പ്രകടനമാണ് നടത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കോച്ച് തീരുമാനിക്കുക ആരെ ഇറക്കണമെന്ന്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഒരു പൊസിഷനിൽ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഐബനാണ്. ഇപ്പോൾ നമ്മുടെ DMF ആയിട്ട് വരുന്നത് ബിബിൻ മോഹനാണ്. അതുപോലെ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ഡാനിഷിനുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ AMFൽ എനിക്ക് ഡാനിഷിനാക്കാം. പക്ഷേ അതിപ്പോൾ നമ്മൾ മിഡ്ഫീൽഡേഴ്സിലൊരു ഇത് വരും. അതായത് ബിബിനൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ഡാനിഷിന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ഡാനിഷിനെ ഇതാക്കിക്കണേ. അപ്പോൾ AMFിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അസറിനാണ് ഉൾപ്പെടുത്തിയിരിക്കണേ. കാരണം ഇപ്പോൾ സീനിയർ പ്ലെയർ എന്ന രീതിയിലാണ്. അപ്പോൾ അതിന് മികച്ച പ്രകടനം അസറിന് നടത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അസറിനെ AMF ആക്കിയത്. ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ നിഹാലിനായിട്ട് നന്നായിട്ട് ഐമൻ കളിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഐമൻ നമ്മൾ ലെഫ്റ്റ് വിങ്ങർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കയറി ഗോൾ അടിക്കാനൊക്കെ മികവ് പുലർത്തുന്ന ഒരു താരമാണ് ഐമൻ. അതുപോലെ തന്നെ ഇപ്പോൾ റൈറ്റ് വിങ്ങിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോറോസിംഗ് ഉണ്ട്. അപ്പോൾ ആൾ ഫോർവേഡ് കളിക്കുന്നതായിട്ട് സൂപ്പറായിട്ട് റൈറ്റ് വിങ്ങിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആൾ അവിടെ ഉൾപ്പെടുത്തിയത്. ഇനി ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ അജിസൽ മാത്രമാണ്. നിഹാലി ലെഫ്റ്റ് വിങ്ങറാണ്, പക്ഷെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഫോർവേഡായിട്ടാണ്. അപ്പോൾ അജിസൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കാനുള്ള സാധ്യതയുള്ളൂ. ആ നല്ല പ്ലെയറാണ്. എന്നാലും ISL എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ നിഹാൽ സുധീഷ് ആയിരിക്കും മിക്കവാറും ഫോർവേഡ് ആവുക. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ വേറൊരു സ്ക്വാഡ് ബിൽഡിംഗ് ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഫൈനൽ സ്ക്വാഡ് ബിൽഡിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാം കറക്റ്റ് പൊസിഷനിൽ ഇപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ സ്ക്വാഡിലുള്ളത്. അപ്പോൾ ഏതൊക്കെ പൊസിഷനിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ആക്കിക്കോ. അപ്പോൾ നമ്മുടെ സ്ക്വാഡ് വേഗത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗോൾ കീപ്പറായി നോറ, റൈറ്റ് ബാക്കിൽ അമൈ, സെൻട്രൽ ബാക്കായി ബികാഷും ഹോർമിപ്പാമും, ലെഫ്റ്റ് ബാക്കിൽ ഐബൻ, സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ബിബിനും ഡാനിഷും, AMF ആയിട്ട് അസർ, ലെഫ്റ്റ് വിങ്ങറായിട്ട് ഐമനും റൈറ്റ് വിങ്ങറായിട്ട് കോറോസിങ്ങും, സെൻറ്റർ ഫോർവേഡായിട്ട് വരുന്നത് നിഹാൽ സുധീഷുമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റാക്കി രേഖപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ ഇതാക്കിക്കൊണ്ട് നമ്മൾ വേറെ സ്ക്വാഡ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതായിരിക്കും. ഈ സ്ക്വാഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അപ്പോൾ സ്ക്വാഡ് ബിൽഡിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.